السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് അവന്റെ പടപ്പുകളെക്കുറിച്ച് അവർക്ക് ഏറ്റവും അനുയോജ്യമായ നിയമങ്ങൾ എന്താണെന്ന് അറിയുന്നവൻ. ചെറിയ കുട്ടി അവൻ തന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവിക്കുന്ന കാലം മുതൽ അവൻ മരിക്കുന്നത് വരെ അവൻ ഏറ്റവും യോജിക്കുന്ന കാര്യം എന്താണ് എന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആണിനാകട്ടെ പെണ്ണിനാകട്ടെ അവർക്ക് ഏറ്റവും അനുയോജ്യമായതും അവർക്ക് ഏറ്റവും സംരക്ഷണമേകുന്നതുമായ നിയമസംഹിതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് ഏറ്റവും നന്നായി അറിയുക. കാരണം അവനാണ് അവരെ പടച്ച സൃഷ്ടാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ആകാശഭൂമികളെയും അതിലുള്ള സർവ്വചരാചരങ്ങളെയും പടച്ചത്. അതുകൊണ്ട് തന്നെ അതിലോരോ ദേശത്തിനും ഓരോ കാലത്തിനും എല്ലാ ആണിനും പെണ്ണിനുമൊക്കെ യോജിക്കുന്ന നിയമങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നവനും അത് കൃത്യമായി നമുക്ക് അറിയിച്ചു തരുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. സഹോദരങ്ങളെ, മുസ്ലിമായ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഈ ദുനിയാവിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവൾ എന്തെല്ലാം മര്യാദകളാണ് പാലിക്കേണ്ടത് എന്നുള്ളത് അവളുടെ റബ്ബ് അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലൂടെ ഒരു മുസ്ലിം സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന് വളരെ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. റസൂലുന മുഹമ്മദ് ബിൻ അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലൂടെ അവിടുത്തെ ഭാര്യമാർക്കും അതുപോലെ സ്വഹാബി സ്ത്രീകൾക്കും വളരെ കൃത്യമായി ദീനുൽ ഇസ്ലാം അത് നിഷ്കർഷിക്കുന്ന ഇസ്ലാമിന്റെ നിയമങ്ങൾ അവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും സുരക്ഷയേകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളാണ് എന്നവൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഏത് കാലഘട്ടത്തിലേക്കും യോജിക്കുന്നത്, ഏത് ദേശത്തിനും യോജിക്കുന്നത്, കാലഘട്ടങ്ങളെയും ദേശങ്ങളെയും പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളാണെന്നുള്ളത് അവൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, മുസ്ലിം സ്ത്രീകളിൽ പലരും ഇന്നത്തരം ഇസ്ലാമിന്റെ മര്യാദകൾ പാലിക്കുന്നതിനു പകരം അവരുടെ കാലഘട്ടത്തിനനുസരിച്ച് ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന, അതല്ലെങ്കിൽ സ്ത്രീകളെ വഞ്ചിക്കുന്ന ചിലർ, സ്ത്രീകൾക്ക് ഏറ്റവും ഉതകുന്നത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ വഞ്ചിച്ചുകൊണ്ട് അവർ വരച്ചു കാട്ടുന്ന ചില നിയമങ്ങളിലേക്കും ചില രൂപങ്ങളിലേക്കുമൊക്കെ അവർ മാറിയിരിക്കുകയാണ്. തൽഫലമോ സ്ത്രീകൾക്ക് അവരുടെ അഭിമാനത്തിൽ നഷ്ടം സംഭവിക്കുന്നു, അവർക്ക് മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുന്നു, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ചിലർ അത് പുറത്തു കാണിക്കുന്നു, ചിലർ അതെല്ലാം ഒതുക്കി കഴിഞ്ഞുകൊണ്ട് അത് കടിച്ചമർത്തിക്കൊണ്ട് ജീവിക്കുന്നു. അള്ളാഹുവിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയപ്പോൾ മുസ്ലിം സ്ത്രീകളിൽ പലർക്കും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഏറെ ബഹുമാന്യരായ എന്റെ മുസ്ലിം സ്ത്രീകളെ, അതുപോലെ തന്നെ ആ മുസ്ലിം സ്ത്രീകളുടെ രക്ഷകർത്താക്കളായ മുസ്ലിമീങ്ങളായ പുരുഷന്മാരെ, അള്ളാഹുവിന്റെ
ഈ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മുസ്ലിം സ്ത്രീ എങ്ങനെ ജീവിക്കണമെന്നുള്ള ഈ നിയമങ്ങൾ കേവലം സ്ത്രീകൾ മാത്രം മനസ്സിലാക്കിയാൽ പോരാ. മറിച്ച് ആ സ്ത്രീകൾ ഏതൊരു വീടിൽ നിന്നാണോ ഇറങ്ങി വരുന്നത്, ആ വീട്ടിന്റെ രക്ഷാധികാരികളും ആ നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറ, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും അവരെയും നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ പോരാ. നമ്മുടെ വീട്ടിലുള്ള ഓരോ മെമ്പറിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യത്തിൽ അവരെന്താണ് നിലപാടെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് അല്ലാഹു തആല ആ വീട്ടിന്റെ രക്ഷാധികാരിയോട് ചോദിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്, വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളുടെ കീഴിലുള്ള ഭരണീയരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പ്രത്യേകമായി പറഞ്ഞു, വറജുലു റാഇൻ ഫീ അഹ്ലിഹി, ഒരു മനുഷ്യൻ അയാളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടയാളാണ്. അല്ലാഹു ഒരു പെണ്ണിനെയും ആ പെണ്ണിന്റെ കുഞ്ഞുങ്ങളെയുമെല്ലാം അവരുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത് അവരുടെ ഭർത്താവിനെയാണ്, ആ പെണ്ണിനെ സംരക്ഷിക്കുന്നവരെയാണ്. വമസ്ഊലുൻ അൻ റഇയതിഹി, ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ ആ ഭരണീയരെ കുറിച്ച് അവരുടെ കീഴിലുള്ള ഓരോരുത്തരെ കുറിച്ചും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സ്ത്രീകൾക്ക് നിഷ്കർഷിച്ചിട്ടുള്ള നിയമങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ, ബോധവാന്മാരായില്ലെങ്കിൽ, അല്ലാഹു അവനൊരുക്കിയിരിക്കുന്ന നരകത്തെക്കുറിച്ച് അവൻ താക്കീത് ചെയ്തിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്കിതാ നൽകുന്നു, അവളുടെ ഇബാദത്തുകളിൽ അവൾ നല്ല രീതിയിലുള്ള കണിശത പുലർത്തുകയാണെങ്കിൽ അത് അവൾക്ക് ബാധിക്കാവുന്ന എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും അവൾക്ക് സംരക്ഷണമായത് മതിയായതാണെന്നാണ്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ പറയുന്നു, വഅഖിംനസ് സ്വലാത്ത വആതീനസ് സക്കാ, ഓ മുസ്ലിം സ്ത്രീകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ നിസ്കാരം നിലനിർത്തുക, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. അതേ, സ്ത്രീകൾക്കും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്, അവളുടെ സമ്പത്തിന്റേത്. നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം. വഅതിഅന അല്ലാഹ വറസൂല, അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കണം. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും അർരിജ്സ അഹ്ലൽ ബൈത്ത്, അല്ലയോ നബി കുടുംബമേ, ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമങ്ങളെല്ലാം നിശ്ചയിച്ചുകൊണ്ട് അതെല്ലാം കൽപ്പിക്കുവാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളിൽ നിന്നുള്ള മാലിന്യം, നിങ്ങൾക്ക് സംഭവിക്കുന്ന ഉപദ്രവകരമായ ചില കാര്യങ്ങൾ, അത് നിങ്ങളിൽ നിന്നും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വയുതഹിറകും തത്ഹീറ, നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന ഓരോ നിയമവും അത് നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ, അതേപോലെ തന്നെ സ്ത്രീകളുടെ ശത്രുക്കൾ, അവർ പലപ്പോഴും സ്ത്രീകൾക്ക് സംരക്ഷണമായി പറഞ്ഞു കൊടുക്കുന്നത് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളുടെ രൂപത്തിലാണ്. അല്ലെ, ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ, അവർ വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചെന്നായ്ക്കൾ ഈ വളരെ കൃത്യമായി യജമാനന്റെ സംരക്ഷണത്തിലുള്ള ആട്ടിൻ പറ്റങ്ങളോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തായിരിക്കും അവസ്ഥ. ആ ചെന്നായ വന്നുകൊണ്ട് പറയുകയാണ് ഈ ആട്ടിൻ പറ്റങ്ങളോട്, ഏ ആട്ടിൻകുട്ടികളെ, നിങ്ങളേതാ നിങ്ങളുടെ യജമാനൻ തടവറയിലാക്കിയിരിക്കുകയാണ്, ഇതിനു ചുറ്റും വേലി കെട്ടിയിരിക്കുകയാണ്, ബന്ധിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ പോലെ എങ്ങോട്ടും വിരാജിക്കാൻ സാധിക്കുന്നില്ല, സ്വാതന്ത്ര്യമില്ല, നിങ്ങൾ ഇങ്ങനെ അടച്ചുപൂട്ടപ്പെട്ട് ഈ ആലയിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥയാണ്, യജമാനൻ തളിക്കുന്നിടത്ത് പോകേണ്ട അവസ്ഥയാണ് നിനക്കുള്ളത്, സ്വന്തമായ തീരുമാനങ്ങളില്ല, സ്വന്തമായ സന്തോഷങ്ങളില്ല എന്നെല്ലാം ആട്ടിൻപറ്റങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട്, അങ്ങനെ ഈ വഞ്ചകനായ ചെന്നായുടെ വാക്കുകേട്ട് ആട്ടിൻപറ്റം അതിൽ നിന്നും എങ്ങനെയെങ്കിലുമെല്ലാം കഷ്ടപ്പെട്ടുകൊണ്ട് ആ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടുകയാണെങ്കിൽ, സഹോദരങ്ങളെ, അടുത്ത നിമിഷം ആ ചെന്നായയുടെ ഭാവം എന്തായിരിക്കും? ചെന്നായക്ക് വേണ്ടത് ഈ ആട്ടിൻപറ്റത്തെയാണ്. ചെന്നായക്ക് ആട്ടിൻപറ്റത്തെ രുചിക്കേണ്ടതുണ്ട്, അത് ആസ്വദിക്കേണ്ടതുണ്ട്, അത് രുചിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അവൻ മെനഞ്ഞെടുത്ത ചില തന്ത്രങ്ങളാണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. ഇതാണ് പലപ്പോഴും മുസ്ലിം സ്ത്രീകളുടെ അടുക്കലേക്ക് ആളുകൾ വന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മുസ്ലിം സ്ത്രീകളെ, നിങ്ങൾ ഈ രൂപത്തിലൊക്കെ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഈ കാലഘട്ടത്തിലും പാലിക്കുകയാണെങ്കിൽ എന്തു വലിയ പ്രയാസത്തിലാണ് നിങ്ങളുള്ളത്, എന്തു വലിയ ബുദ്ധിമുട്ടുകളിലാണുള്ളത്, നിങ്ങൾക്ക് എങ്ങനെ ഇതിന് സാധിക്കുന്നു? അതുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രരാകൂ, ഇതെല്ലാം വലിച്ചെറിയൂ, ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തൂ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് പൂവണിയുന്നതിന് വേണ്ടി പരിശ്രമിക്കൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്
അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്നും അവരെ വ്യതിചലിപ്പിച്ചുകൊണ്ട് ഇതാ സ്വാതന്ത്ര്യമെന്നും ലിബറലിസം എന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ, യുവതികളെ അവരിതാ സഹോദരങ്ങളെ ദീനുൽ ഇസ്ലാമിന് ഘടകവിരുദ്ധമാകുന്ന, അള്ളാഹുവിന്റെ ദീനിന് ഘടകവിരുദ്ധമാകുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സ്ത്രീ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പാലിക്കേണ്ട കാര്യം അവളുടെ ഹിജാബിന്റെ വിഷയമാണെന്നുള്ളത് സഹോദരങ്ങളെ അവൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ 59-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായി മുസ്ലിം സ്ത്രീകളോട് കൽപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹൻ നബി, അല്ലയോ അല്ലാഹുവിന്റെ നബിയെ, ഖുൽ യസ്വാജിക വബനാതിക, താങ്കൾ താങ്കളുടെ ഭാര്യമാരോട്, താങ്കൾ താങ്കളുടെ പെൺമക്കളോട് പറയേണ്ടതുണ്ട്. തീർന്നില്ല, വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഭാര്യമാരോട്. ഖിയാമത്ത് നാൾ വരെ ഈ ആയത്ത് പാരായണം ചെയ്യുന്ന മുഴുവൻ മുസ്ലിം സ്ത്രീകളോടും നബിയെ താങ്കൾ പറയണം. എന്താണ് പറയേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ മൂടുപടങ്ങൾ അവർ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ അവൾ പറയേണ്ടതുണ്ട്. ദാലിക അദ്നാ അൻ യുഅറഫ്ന ഫലാ യുസൈൻ, അവർ തിരിച്ചറിയപ്പെടാനും പതിവ്രതകളാണ്. അവരുടെ ശരീരത്തിന്റെ ഭംഗികളൊന്നും പുറത്തേക്ക് കാണിക്കുന്നവളല്ല, പതിവ്രതകളാണ്, സംശുദ്ധരാണ് എന്ന് തിരിച്ചറിയപ്പെടാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അതാണ് ഏറ്റവും അനുയോജ്യമായതെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. മുസ്ലിം സ്ത്രീകൾ ഹിജാബ് അണിയുകയാണെങ്കിൽ അതാണ് അവൾക്ക് ഏറ്റവും നല്ല വസ്ത്രമെന്നുള്ളത്. എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും സഹോദരങ്ങളെ, ഏതൊക്കെ തരത്തിലുള്ള ഉപദ്രവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടോ ആ ഉപദ്രവങ്ങളിൽ നിന്നും അവൾക്ക് രക്ഷപ്പെടാൻ, ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ, അത് സോഷ്യൽ മീഡിയ വഴിയാകട്ടെ നേരിട്ടാകട്ടെ ഏത് തരത്തിലാകട്ടെ അവൾ അങ്ങനെ വസ്ത്രം ധരിക്കലാണ് അവൾക്ക് നല്ലതെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതാണ് അവൾക്ക് ഏറ്റവും യോജിച്ചതെന്ന് പറയുന്നു. വകാനല്ലാഹു ഗഫൂറർ റഹീമാ, നിങ്ങൾക്കറിയാതെ പറ്റിപ്പോയ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം കാരുണ്യവാനും നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരുന്നവനാണും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അവസാനത്തിൽ പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, എന്താണ് ഈ ആയത്തിന്റെ കൃത്യമായ വിവക്ഷ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുവേ, അദ്ദേഹത്തിന് ഖുർആനിൽ ഓരോ ആയത്തുകളുടെയും തഫ്സീർ നീ പഠിപ്പിച്ചു കൊടുക്കണമേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രനായ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഈ ആയത്തിന് വിശദീകരണം പറയുന്നുണ്ട്. നമ്മുടെ വിശദീകരണമല്ല. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാലിക്കാൻ പറഞ്ഞ ഹിജാബ്, അമറല്ലാഹു നിസാഅൽ മുഅ്മിനാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ മുസ്ലിം സ്ത്രീകളോട് കൽപ്പിക്കുകയാണ്, ഇദാ ഖറജ്ന മിൻ ബുയൂതിഹിന്ന ബിഹാജ, വല്ല ആവശ്യത്തിനും വേണ്ടി മുസ്ലിം സ്ത്രീ അവളുടെ വീടുകളിൽ നിന്നും പുറത്തേക്ക് പോയാൽ എന്താണ് അവൾ ചെയ്യേണ്ടത്? അൻയുഗത്തീന വുജൂഹഹുന്ന, അവർ അവരുടെ മുഖങ്ങൾ അത് മറക്കട്ടെ, മിൻ ഫൗഖി റൂസിഹിൻ, അവരുടെ തലയിൽ നിന്നും, മിൻ ബിൽ ജലാബീബ്, ജിൽബാബ് കൊണ്ട് അവരുടെ തലയിൽ നിന്നും താഴേക്ക് വലിച്ചിട്ട് അവളുടെ മുഖം ഉൾപ്പെടെ മറക്കട്ടെ എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ. നോക്കൂ സഹോദരങ്ങളെ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സൗന്ദര്യം കാണുന്ന എല്ലാ ഭാഗങ്ങളും മറക്കുക എന്നുള്ളത് അവൾക്ക് അഭികാമ്യമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവളോട് നിഷ്കർഷിച്ചിട്ടുള്ള കാര്യമാണ്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നോക്കൂ, മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പുരുഷന്മാരോട് ചില നിയമങ്ങൾ പറയാൻ, മൻ ജറ സൗബഹു ഖുയലാ ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, ആരെങ്കിലും അഹങ്കാരത്തോടുകൂടി, പുരുഷന്മാരോട് പറയാൻ, അഹങ്കാരത്തോടുകൂടി നിങ്ങളുടെ വസ്ത്രങ്ങൾ നെരിയാണിക്ക് താഴേക്ക് വലിച്ചിടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവനിലേക്ക് നോക്കുകയില്ല. എന്നിട്ടും അപ്പോൾ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിലുള്ള പറഞ്ഞു, ഫഖാലത് ഉമ്മു സലമ ഫകൈഫ യസ്നഅന നിസാഉ ബിദുയൂലിഹിന്ന, സ്ത്രീകൾ അവരുടെ വസ്ത്രങ്ങളുണ്ടല്ലോ, സ്ത്രീകൾ അവരുടെ വസ്ത്രങ്ങൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുർഖീന ശിബ്റ, അവളൊരു ചാണ് അല്പം താഴ്ത്തിക്കൊള്ളട്ടെ, പുരുഷന്മാരെക്കാൾ അല്പം നെരിയാണി വിട്ടൊരു ചാണും കൂടി സ്ത്രീകൾ അധികം ധരിച്ചോളട്ടെ, കുഴപ്പമില്ല. അവർ പറഞ്ഞു, ഇദൻ തൻകശിഫു അഖ്ദാമഹുൻ, അങ്ങനെ ഒരു ചാണ് മാത്രം ധരിച്ചാൽ അവരുടെ കാലുകൾ പുറത്തേക്ക് കാണുമല്ലോ, കാൽപാദങ്ങൾ പുറത്തേക്ക് കാണുമല്ലോ എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും പറഞ്ഞു, ഫയുർഖീനഹു ദിറാഅ ലാ യസിദ്ന അലൈഹി, എങ്കിൽ ഒരു മുഴം തന്നെ താഴ്ത്തിക്കൊള്ളട്ടെ, അതിൽ കൂട്ടേണ്ടതില്ല എന്നാണ്. നെരിയാണിയിൽ നിന്ന് ഒരു മുഴം തന്നെ താഴ്ത്തിക്കൊള്ളട്ടെ, അതിൽ കൂട്ടേണ്ടതില്ല. അഥവാ കാല് കാണുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാല് കാണാതിരിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു സ്ത്രീയുടെ ഭംഗിയുടെ ഭാഗം അവരുടെ കാലുകളാണോ അല്ല മുഖമാണോ? ചിന്തിക്കുക എന്റെ സഹോദരങ്ങളെ, എന്താണ് ഇന്നത്തെ അവസ്ഥ? മുസ്ലിം സ്ത്രീകൾ അവരുടെ മുഖം മാത്രമല്ല
അവരുടെ ഏറ്റവും ഭംഗിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ആളുകൾക്കിടയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇതാ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അവർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ തിക്തഫലം എന്താണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സഹോദരങ്ങളെ, അവർ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എന്താവശ്യത്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ ചെയ്തിട്ടുള്ളത്? നിങ്ങളിത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ നിയമങ്ങളെയാണ് ആദ്യം കാറ്റിൽ പറത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ നിങ്ങൾ കാറ്റിൽ പറത്തുമ്പോൾ അതിന്റെ പിന്നിൽ തിക്തഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആത്മാർത്ഥമായി മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വസ്ത്രത്തിലേക്ക് നിങ്ങൾ മടങ്ങുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ മുഴുവനും അവരുടെ ശരീരം മുഴുവൻ മറച്ചവരായിരുന്നു എന്നുള്ളത് ഹദീസുകളിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അത് അവർക്ക് മാത്രമുള്ള നിയമമല്ല, മറിച്ച് നോക്കൂ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത് വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മുഴുവൻ ഭാര്യമാരോടുമാണ്, മുഴുവൻ മുസ്ലിം സ്ത്രീകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് അവരുടെ ഭാഗങ്ങൾ മുഴുവനും മറക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ അറിയേണ്ടത്, പണ്ഡിതന്മാർക്കിടയിൽ ആകെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖം മറക്കൽ നിർബന്ധമാണോ, അതല്ല വളരെയധികം പ്രതിഫലം കിട്ടുന്ന മുസ്തഹബാണോ എന്നത് മാത്രമാണ്. അതല്ലാതെ മുസ്ലിം സ്ത്രീകൾക്ക് മുഖം മറക്കേണ്ടതില്ല എന്ന അഭിപ്രായം അറിയപ്പെട്ട ഒരു ആലിമും ലോകത്ത് സഹോദരങ്ങളെ പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക, മുസ്ലിം സ്ത്രീകൾ അവരുടെ മുഖം അത് മറക്കൽ വാജിബില്ല, മുസ്തഹബാണ്, വളരെയധികം പുണ്യകരമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും ഫിത്നകൾ വർദ്ധിക്കുന്ന കാലത്ത് അവർ അതുകൂടി മറക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരു മുസ്ലിം സ്ത്രീ ശല്യം ചെയ്യപ്പെട്ടുകൂടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സ്ത്രീകളെ, എങ്ങും ക്യാമറകൾ വെച്ച് നടക്കുന്ന ആളുകളുള്ള നാടുകളിലൂടെയാണ് നിങ്ങൾ നടന്നു പോകുന്നത്. നിങ്ങളുടെ സൗന്ദര്യം ഒരു കഴുക കണ്ണിനും ഒപ്പിയെടുക്കാൻ നിങ്ങൾ കൊടുക്കരുത്, ഒരു കാമക്കണ്ണിനും റാഞ്ചിയെടുക്കാൻ നിങ്ങളത് നൽകരുത്. നിങ്ങളുടെ സൗന്ദര്യം അത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് മാത്രം പ്രത്യക്ഷപ്പെടുത്താനുള്ളതാണ്. നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമാണത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ നിങ്ങൾക്ക് അങ്ങേയറ്റം പ്രതിഫലം നൽകുന്ന കാര്യമാണ്. നിർബന്ധമാണെങ്കിൽ സഹോദരങ്ങളെ അത് ഉപേക്ഷിക്കുക വഴി നിങ്ങൾ ഈ ദീനിൽ ചെയ്യുന്ന വലിയൊരു വൻ പാപമായി അത് രേഖപ്പെടുത്തുകയും ചെയ്യും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും യോജിച്ചിട്ടുള്ളത് അവരുടെ വീടുകളിൽ കഴിയുക എന്നുള്ളതാണ്. പലർക്കും ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ പറയുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്തതുപോലെ തോന്നുകയാണ്. കാരണം അവർ ഈ ദീനിൽ നിന്നും വളരെ അന്യം നിന്നുപോയി. അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുന്നതിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കുന്നതിൽ നിന്നും അവർ വളരെ പിന്നോക്കമാണ്. ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുന്നതിൽ പിന്നോക്കവും. എന്നാൽ മുസ്ലിം സ്ത്രീകൾ ഭൗതികമായ കാര്യങ്ങളിൽ വലിയ മുന്നോക്കവും എത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്താണ് കാര്യം? മുസ്ലിം സ്ത്രീകളിൽ നിന്നും ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, നഴ്സുമാരുണ്ട്, പല തസ്തികകളിലും അവരെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കാതെ നിങ്ങൾ ഈ പറയുന്ന നേട്ടങ്ങളെല്ലാം ഭൗതികമായ നേട്ടങ്ങൾ നേടിയത് കൊണ്ട് എന്താണ് കാര്യം? നോക്കൂ, വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സ്ത്രീകളോട് പറയുന്നു, വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയിരിക്കുകയാണ് വേണ്ടത്. വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല, ആദ്യ കാലഘട്ടത്തെ ജാഹിലിയ സ്ത്രീകൾക്ക് പരിപാടിയുണ്ട്, അങ്ങാടികളിലും മറ്റുമൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, ഒരു ആവശ്യവുമില്ലാതെ അങ്ങാടികളിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ജാഹിലിയ സ്ത്രീകളുണ്ടല്ലോ, അവരെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല. നിങ്ങളുടെ സൗന്ദര്യ പ്രകടന അങ്ങാടികളിൽ കാഴ്ചവെക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ട് സ്ത്രീകളെ, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, അത്യാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാം. നിങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഈ സൗന്ദര്യം മറച്ചു വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാം. പക്ഷേ അനാവശ്യമായി സ്ത്രീകൾ അങ്ങാടികളിലും മറ്റും ഇരിക്കുന്നത് സഹോദരങ്ങളെ ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ മസ്ജിദുകളിൽ നിന്നും തടയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ തംനഉ ഇമാ അല്ലാഹ് മസാജിദ് അല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാത്തുകളെ മസ്ജിദുകളിൽ നിന്നും നിങ്ങൾ തടയാൻ പാടില്ല. ഒരു സ്ത്രീ ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ട് മസ്ജിദുകളിലേക്ക് വരികയാണെങ്കിൽ അവളെ ഒരിക്കലും അവളുടെ ഭർത്താവ് തടയാൻ പാടില്ല. പക്ഷെ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് സ്ത്രീകളോടുകൂടി ഓർമ്മിപ്പിക്കാനാണ്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുൻ, അവരുടെ വീടുകളാണ് അവർക്ക് ഏറ്റവും ഉത്തമം എന്നവർ പറയുകയുണ്ടായി. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീക്ക് അവൾ നിസ്കരിക്കുന്നത് അവളുടെ വീടുകളിൽ ഏറ്റവും ഖൈറാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പുരുഷന്മാർക്ക് 27 ഇരട്ടി മസ്ജിദുകളിൽ ലഭിക്കുമെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖൈറായിട്ടുള്ളത് അപ്പോൾ പോലും അവരുടെ വീടുകളിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഒരു സ്ത്രീ നല്ലൊരു കാര്യത്തിന് വേണ്ടി, നല്ല ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി, നല്ല പ്രഭാഷണം ശ്രവിക്കുന്നതിന് വേണ്ടി മസ്ജിദുകളിലേക്ക് വരികയാണെങ്കിൽ അത് തെറ്റുള്ള കാര്യമല്ല, അത് തടയാനും പാടില്ല. പക്ഷെ അപ്പോൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നു, വീടാണ് നല്ലത് എന്നാണ്.
ഇബാദത്തിന്റെ കാര്യത്തിൽ പോലും വീടാണ് നല്ലത്. തീരെ ഫിത്നകളില്ലാത്ത മസ്ജിദിലേക്ക് വരുന്നതിനേക്കാൾ പോലും വീടാണ് നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളിടങ്ങളായ അങ്ങാടികളുടെ കാര്യം പറയേണ്ടതുണ്ടോ? അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ മസ്ജിദുകളുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള അങ്ങാടികളുടെ കാര്യമോ? സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. അനാവശ്യമായി ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ കാണിക്കുന്നത് പോലെയുള്ള പേക്കൂത്തുകൾ നിങ്ങളത് ശിരസാവഹിക്കാതിരിക്കുക. നിങ്ങൾ മുസ്ലിമീങ്ങളായ സ്ത്രീകളാൽ നിങ്ങളുടെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അവന്റെ നിയമങ്ങൾ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അവന്റെ നിയമങ്ങൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ട്. ഇരു ലോകത്തും നിങ്ങൾക്ക് പ്രതാപമുണ്ട്, ഇസ്സത്തുണ്ട്. നാളെ പരലോകത്തുന്നതമായ സ്വർഗത്തിൽ നിങ്ങൾ ഈ കാണിക്കുന്ന ഈ മര്യാദകൾ കൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് മുസ്ലിമങ്ങളായ സ്ത്രീകളെ, നിങ്ങൾ ഇത് അനാവശ്യമായി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ളത് അത് നല്ല കാര്യമല്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മുസ്ലിമായ സ്ത്രീ ഒരു അന്യപുരുഷന്റെ കൂടെ, അവൾക്ക് വിവാഹബന്ധം ഹലാലാക്കപ്പെട്ട ഒരു അന്യപുരുഷന്റെ കൂടെ ഒരിക്കലും തനിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ ഇല്ലാ മഅ ദി മഹ്റം. ഒരാണും പെണ്ണും തനിച്ചിരിക്കാൻ പാടില്ല. ഒരു മഹ്റമായ ഒരാൾ മൂന്നാമതില്ലാതെ ഒരാണും പെണ്ണും തനിച്ചിരിക്കാൻ പാടില്ല എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അന്ന റജുല ഇദാ ഖല ബിംറഅത്തിൻ കാന ശൈത്താനു സാലിസുഹുമാ. ഒരാണും പെണ്ണും തനിച്ചിരുന്നാൽ മൂന്നാമതായി പിശാച് അവിടെയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, എത്ര ഈ ഒരു നിയമം കാറ്റിൽ പറത്തിയതിന്റെ അടിസ്ഥാനത്തിൽ, കാറ്റിൽ പറത്തിയതിന്റെ കാരണത്താൽ മുസ്ലിം സ്ത്രീകൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരിത് മഹറമായ ആളുകളുടെ കൂടെ ഇല്ലാതെ ഇങ്ങനെ അന്യപുരുഷന്മാരുടെ കൂടെ പല സ്ഥലങ്ങളിലും ഒറ്റക്കാവുകയാണ്. പല ഹറാമുകളായ ബന്ധങ്ങളിലേക്ക് അവർ പോയത്, പല ഹറാമുകളായ കാര്യങ്ങളിലേക്ക് അവർ പോയത് ഈ പറയുന്ന കാര്യത്തിന്റെ ഫലമല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യപുരുഷന്റെ കൂടെ എവിടെയും ഒറ്റക്കാകാൻ പാടില്ല. എവിടെയും ഒറ്റക്കാകാൻ പാടില്ല. എല്ലായിടത്തും നീ മറ്റൊരു പുരുഷനെ, നിന്റെ മഹറമായ ഒരാളെ നീ കൂട്ടേണ്ടതുണ്ട്. ഒരു അന്യപുരുഷന്റെ കൂടെ ഒരിക്കലും ഒറ്റക്കാകുക എന്നുള്ളത് ഒരു സ്ത്രീക്ക് പാടില്ലാത്തതാണെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, പുരുഷന്മാരുടെ ഇടയിലേക്ക്, ആണും പെണ്ണും കൂടിക്കലരുന്ന സദസ്സുകളിലേക്ക് സ്ത്രീകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആണും പെണ്ണും കൂടിക്കലരുന്നിടത്ത് ഫിത്നകൾ ഉണ്ടാകുമെന്നുള്ളത് ബുദ്ധിയുള്ള ആർക്കും പറഞ്ഞു കൊടുക്കാതെ അറിയുന്ന കാര്യമാണ്. അതൊന്നും പറഞ്ഞിട്ടൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവന്റെ കാര്യത്തിൽ നമുക്ക് സങ്കടപ്പെടുക എന്നുള്ളതല്ലാതെ മറ്റെന്താണ് പറയാൻ സാധിക്കുക? ഒരാണും പെണ്ണും കൂടിക്കലർന്നാൽ തനിച്ചായാൽ അതിലൊന്നും കുഴപ്പമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ വിവരം കെട്ടവനാണ്, അതല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിട്ടും ഈ ഫിത്നകൾ ആസ്വദിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങളെ വികലമാക്കി അവതരിപ്പിക്കുകയാണ് എന്നല്ലാതെ മറ്റൊന്നും പറയാൻ സാധിക്കുകയില്ല. നോക്കൂ സഹോദരങ്ങളെ, മസ്ജിദിന്റെ കാര്യത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹാ വശർറുഹാ അവ്വലുഹാ. സ്ത്രീകൾക്ക് മസ്ജിദിൽ ഏറ്റവും ഖൈറായിട്ടുള്ള സഫ് അത് അവസാനത്തിലാണ്. അത് ആണും പെണ്ണും കൂടിക്കലരുന്ന ഒരവസ്ഥയുണ്ടാകാൻ പാടില്ല. പഴയ കാലത്ത് ഇതുപോലെയുള്ള മറകൾ ഉണ്ടായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അത് വരുന്നതിന് മുമ്പ് സ്ത്രീകൾ നിസ്കരിക്കുകയാണെങ്കിൽ ഏറ്റവും പുറകിലാണ് നിസ്കരിക്കേണ്ടത്. പുരുഷന്മാരോട് അടുത്തുള്ള സൊഫുകളിൽ അവർ സൊഫ് കെട്ടാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരിമാരെ, ആണും പെണ്ണും കൂടിക്കലരുന്ന സദസ്സുകളിൽ നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇത് പുരുഷന്മാർക്കുമുള്ള നിയമമാണ്. പക്ഷെ എന്ത് ഖേദകരമാണ് മുസ്ലിമീങ്ങളുടെ അവസ്ഥ. മുസ്ലിമീങ്ങൾ അവരുടെ കല്യാണ സദസ്സുകളിൽ ആണും പെണ്ണും കൂടിക്കലരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അവർക്കതല്ലാത്ത മാർഗങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ഇതാണ്. ഒരാൾക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ വളരെ കൃത്യമായി വേർതിരിക്കാൻ സാധിക്കും. പഴയ കാലത്തെ മുസ്ലിമീങ്ങൾ ഇതെല്ലാം വളരെ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഇന്നും അത് പാലിക്കുന്നുണ്ട്. പക്ഷേ പലരും അങ്ങനെയെല്ലാം ചെയ്താൽ നമ്മൾ ഏതോ നൂറ്റാണ്ടിലുള്ള ആളുകളാണെന്ന് ആരൊക്കെയോ വിമർശിക്കും എന്ന് ഭയത്താൽ അങ്ങനെയൊന്നും വേണ്ടതില്ല. നമ്മൾ അല്പം മോഡേണിസ്റ്റുകളാണ്, നമ്മൾ അല്പം സോഷ്യലൈസായിട്ട് ലിബറലായിട്ട് പോകുന്നവരാണ് എന്ന് ആർക്കോ വേണ്ടി തെളിയിക്കുന്നതിന് വേണ്ടി ചിലർ കാര്യങ്ങളെല്ലാം അങ്ങനെ ആക്കുകയാണ്. ആണും പെണ്ണും ഒക്കെ ഒരേ സദസ്സിലാണ്, ആണും പെണ്ണും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്, ആണും പെണ്ണും പരസ്പരം കാണുന്ന ഓഡിറ്റോറിയങ്ങളാണുള്ളത്. വിവാഹ സദസ്സുകൾ അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കുന്നിടത്ത് പോലും ആണും പെണ്ണും കൂടിക്കലരുകയാണ്. അങ്ങനെയെല്ലാം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന കാര്യമാണിത്.
മറിച്ച് ആണിനും പെണ്ണിനും വെവ്വേറെ സ്ഥലങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ധാരാളം തെളിവുകൾ സഹോദരങ്ങളെ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, സഹോദരിമാരെ, മുസ്ലിം സ്ത്രീകൾ പാലിക്കേണ്ട വളരെ മനോഹരമായ അവൾക്ക് സംരക്ഷണമേകുന്ന നിയമങ്ങളെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹ്റമില്ലാതെ യാത്ര ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിമായ പെണ്ണിന് ഹലാലല്ല. എന്താണ് ഹലാലല്ലാത്തത്? അൻ തുസാഫിറ മസീറത യൗമിൻ ഇല്ലാ മഅദി മഹ്റം. മഹ്റമായ ഒരാളുടെ കൂടെയല്ലാതെ ഒരു യാത്ര അവൾക്ക് ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നത് യാത്ര എന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹ്റമായ ഒരാൾ കൂടെ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ്. അത് അവളുടെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ മഹ്റമായ സ്ത്രീകളുള്ള ഏതെങ്കിലും സ്ത്രീ ആരെങ്കിലും ഉപദ്രവിക്കുമോ, അവൾക്ക് പ്രയാസമുണ്ടാകുമോ? സഹോദരങ്ങളെ, സാധ്യത വളരെ കുറവാണ്. അവൾ വളരെ സംരക്ഷണത്തോടുകൂടി അവൾക്ക് നടക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു നിയമം പാലിക്കുക. അതേത് കാര്യത്തിലാണെങ്കിലും ശരി, ഹജ്ജിനാകട്ടെ ഉംറക്കാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിയമം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, അവൾക്ക് അവളുടെ ഭർത്താവ് ഒരിക്കലും ഒരു പുരുഷൻ വന്ന് പറഞ്ഞു, അവളുടെ ഭാര്യ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്, ഞാനാകട്ടെ ഇന്ന യുദ്ധത്തിനൊക്കെ പേര് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നീ അവളോടൊപ്പം നീ ഹജ്ജ് ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം യുദ്ധത്തിന് പേര് കൊടുത്തയാളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യയെ ഒറ്റക്ക് പോകേണ്ടതില്ല എന്നാണ് പറയുന്നത്. ആ വ്യക്തിയോട് പറയുന്നത്, നീ അവളുടെ കൂടെ പോയി നീ ഹജ്ജ് ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് അവൾക്ക് നിർബന്ധമാകണമെങ്കിൽ സാമ്പത്തികമായും ശാരീരികമായും മറ്റെല്ലാ കാര്യങ്ങളും ഒത്തുവന്നാൽ പോലും മഹ്റമായ ഒരു പുരുഷനില്ലാതെ അവൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. അള്ളാഹുവിന്റെ മുന്നിൽ അവൾ കുറ്റക്കാരിയല്ല. മഹ്റമായ ഒരു പുരുഷന് വേണ്ടി കാത്തിരുന്നിട്ട് അവൾക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ അവൾ കുറ്റക്കാരിയല്ല എന്നാണ്. കാരണം ഒരു സ്ത്രീയുടെ യാത്ര അത് മഹ്റമായ ഒരു പുരുഷൻ കൂടെ ഉണ്ടാകണമെന്നുള്ളത് ദീനുൽ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സഹോദരിമാരെ, അത് ശ്രദ്ധിക്കുക. അതുപോലെ സഹോദരിമാർ, ആവശ്യത്തിന് പുരുഷന്മാരോട് സംസാരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനും നിയമം പറഞ്ഞു തന്നിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലാ തഖ്ലൗന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദും വഖുൽന ഖൗലൻ മഅറൂഫാ. നിങ്ങൾ നിങ്ങളുടെ സംസാരം വളരെ മൃദുവാക്കുന്ന രീതി ഒഴിവാക്കണം. വളരെ മൃദുവാക്കിയിട്ട് ഹൃദയത്തിൽ രോഗമുള്ളവന് നിന്നോട് ആഗ്രഹം തോന്നുന്ന രൂപത്തിൽ കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ടുള്ള മൃദുവായിക്കൊണ്ടുള്ള നിന്റെ സംസാരം നിങ്ങൾ ഒഴിവാക്കണം. വഖുൽന ഖൗലൻ മഅറൂഫാ, നല്ല നിലക്ക് നിങ്ങൾ സംസാരിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ട് ഒരു സ്ത്രീക്ക് പുരുഷനോട് സംസാരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അവൾ സംസാരിക്കണം. കൊഴഞ്ഞുകൊണ്ട് കൂടുതൽ അടുപ്പം കാണിച്ചുകൊണ്ടുള്ള സംസാര രീതി ഒരിക്കലും ഒരു സ്ത്രീക്ക് ശരിയല്ല. മറിച്ച് അവൾ ഏറ്റവും നല്ല രീതിയിൽ അവൾ സംസാരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ മുസ്ലിം സ്ത്രീകൾ അവൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവളുടെ ഭംഗി ആളുകൾ നോക്കുന്ന രൂപത്തിലുള്ള ഒന്നും തന്നെ അവൾ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിൽപ്പെട്ടതാണ് സഹോദരിമാരെ അത്തർ, പെർഫ്യൂമുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഇന്നത്തെ സ്ത്രീകൾക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് പോകുമ്പോൾ അവർ പെർഫ്യൂം ഉപയോഗിക്കുകയാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അയ്യുമംറഅത്തിൻ ഇസ്തഅതറത്, ഏതൊരു സ്ത്രീയും അവളിതാ ഒരു പെർഫ്യൂം ഉപയോഗിക്കുന്നു, സുഗന്ധം ഉപയോഗിക്കുന്നു, സുമ്മ മറത്ത് അലൽ ഖൗമി ലിയജിദു റീഹഹാ, എന്നിട്ട് ഒരു വിഭാഗം ആളുകളുടെ മുന്നിലൂടെ അവൾ നടന്നു പോവുകയാണ്. അവളുടെ സുഗന്ധം അവരെ മണപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫഹിയ സാനിയ, അവൾ വ്യഭിചാരിണിയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ പണിയാണ് അവൾ എടുക്കുന്നത് എന്നാണ് അവിടുന്ന് അറിയിക്കുന്നത്. നോക്കൂ സഹോദരങ്ങൾ, ഇതെല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആളുകളുടെ വാക്കുകളല്ല. ചില ആളുകൾ ഇതൊക്കെ ഈ ഉസ്താദുമാരുടെ പണിയാണ്, അതല്ലെങ്കിൽ ചില പുരോഹിതന്മാരുടെ പണിയാണ്. മുസ്ലിം സ്ത്രീകൾ അടക്കി നിർത്തുന്നതിന് വേണ്ടി അവർ പല കാര്യങ്ങളും കണ്ടുപിടിച്ച് പറയുകയാണ് എന്ന രൂപത്തിലെല്ലാം പ്രചരിപ്പിക്കുകയും നേരത്തെ നാം പറഞ്ഞ ആ ചെന്നായയുടെ പണിയെടുക്കുകയും മുസ്ലിം സ്ത്രീകളോട് നിങ്ങൾ ഇതെല്ലാം ആവുകോളും ആസ്വദിച്ചോളൂ എന്ന് പറയുകയും ചെയ്യുകയാണ്. എന്നിട്ട് ഫലമോ അങ്ങനെയുള്ള മുസ്ലിം സ്ത്രീകളെ
ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോട്ടോകൾ ഇടുന്ന സ്ത്രീകളെ ഇത് അവർ ഒപ്പിയെടുക്കുകയാണ്, മോർഫ് ചെയ്തിട്ട് നഗ്നമായ ചിത്രങ്ങൾ വെച്ചു പിടിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ പറയുന്ന ആസ്വാദനങ്ങളെല്ലാം അവർ ആസ്വദിക്കുകയാണ്. ഈ പറയുന്ന ആളുകളായിരിക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും സംരക്ഷിച്ചുകൊണ്ട് സ്ത്രീകളോട് നിങ്ങൾ തോന്നിയത് ധരിക്കുക, തോന്നിയതുപോലെ ജീവിക്കുക, ആസ്വദിക്കുക എന്നെല്ലാം പറയാനുണ്ടായിട്ടുള്ളത്. എന്നാൽ ആ വേലി കടന്ന സ്ത്രീകളെ ആക്രമിക്കാനും മുന്നിലുണ്ടാകുന്നത് ഈ ആളുകൾ തന്നെയാണ്. നോക്കൂ സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ എത്ര സുന്ദരമാണ്. ഈ ലോകത്തും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രൂപത്തിൽ അവൾക്ക് ജീവിക്കാൻ അത് ഉതകുന്ന കാര്യമാണ്. അവൾക്ക് മാനസികമായ ആശ്വാസമുണ്ട്, മാനസികമായ സംതൃപ്തിയുണ്ട്. നാളെ റബ്ബിന്റെ അടുക്കൽ അവൾക്ക് ഒരുപാട് അമലുകളൊന്നും ചെയ്യേണ്ടതില്ല. 5 നേരത്തെ നിസ്കാരം നിസ്കരിച്ച്, അവളുടെ നോമ്പ് അത് പാലിച്ച്, അവളുടെ ലൈംഗിക അവയവങ്ങൾ സൂക്ഷിച്ച്, അവളുടെ ഭർത്താവിനെ അനുസരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവൾക്ക് സ്വർഗത്തിന്റെ ഏത് വാതിലിലൂടെ കൂടെ വേണമെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നാണ്. പുരുഷന് കൊടുത്ത ഒരുപാട് ദൗത്യങ്ങളൊന്നും സ്ത്രീകൾക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ, എന്റെ കേൾക്കുന്ന പുരുഷന്മാരെ, നിങ്ങളുടെ കീഴിലുള്ള സ്ത്രീകൾക്ക് ഇസ്ലാമിന്റെ മനോഹരമായ നിയമങ്ങൾ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അതവർക്ക് സംരക്ഷണമാണ് നൽകുക എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തുക. ഇത് കാറ്റിൽ പറത്തുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള താക്കീത് കൂടി നൽകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ മുസ്ലിം ഉമ്മത്തിന് അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് മനസ്സിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖഹാ വജില്ലഹാ سرها وعلانيتها صغيرها وكبيرها يا أرحم الراحمين. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح أحوال المسلمين في كل مكان. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.